ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഫ്രണ്ട്സ്. ഇത് നമ്മുടെ ASP.NET ട്യൂട്ടോറിയലിന്റെ പാർട്ട് 3 ആണ്. പാർട്ട് 2 കണ്ടവർ മാത്രം പാർട്ട് 3 കാണുക, ബിക്കോസ് പാർട്ട് 2 കണ്ടവർക്ക് മാത്രമേ പാർട്ട് 3 എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. സോ പാർട്ട് 2-ൽ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, നമ്മളെ പ്രൊജക്റ്റ് എന്താ ചെയ്യുന്നതെന്ന് പരിചയപ്പെട്ടു. ആഫ്റ്റർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊജക്റ്റിലുള്ള ഓരോ ഫോൾഡറുകളെയും പരിചയപ്പെട്ടു. സോ ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ www റൂട്ട് വരെയുള്ള ഫോൾഡറിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. സൊല്യൂഷൻ എക്സ്പ്ലോററിലുള്ള www റൂട്ട് വരെയുള്ള എല്ലാ ഫോൾഡറിനെയും നമ്മൾ പരിചയപ്പെട്ടു. സോ ഈ വീഡിയോയിൽ നമ്മൾ ബാക്കി ഫോൾഡേഴ്സിനെയൊക്കെ പരിചയപ്പെടാൻ പോവുകയാണ്. സോ ആർ യു ഗൈസ് എക്സൈറ്റഡ്? നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സോ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റൺ ചെയ്യും. ഓക്കെ, ആപ്ലിക്കേഷൻ റണ്ണായി വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ റണ്ണായി വരുന്നുണ്ട്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ലോഡിങ്. യെസ്, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നമ്മുടെ ടാസ്ക് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ള പേര് കാണാം, നമ്മുടെ ഹോം കാണാം. സോ ഇതാണ് നമ്മുടെ ഹോം പേജ്. ഓക്കെ, നമുക്ക് പിന്നെ പ്രൈവസി എന്ന് പറയുന്ന വേറൊരു പേജ് കാണാം. ഇത് ബേസിക്കലി ASP തന്നെ ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു പേജ് ആണ്. ASP.NET തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന ഒരു വെബ് പേജ് ആണിത്. ഓക്കെ, സോ അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് അതങ്ങ് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സൊല്യൂഷൻ എക്സ്പ്ലോറർ ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. ഇനിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾ കൺട്രോളർ എന്നുള്ള ഫോൾഡർ തൊട്ടാണ് കാര്യങ്ങൾ പഠിക്കുവാനുള്ളത്, അല്ലെ? കൺട്രോളേഴ്സ് മുതൽ റൂട്ട് വരെയുള്ള ഫോൾഡർ നമ്മൾ പരിചയപ്പെട്ടു. പാർട്ട് 2 വീഡിയോയിലുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ആ വീഡിയോ കണ്ടിട്ട് വരിക. ഓക്കെ, കണ്ടിട്ട് മാത്രം വരിക. സോ അടുത്തത് കൺട്രോളർ ആണ്. കൺട്രോളർ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൺട്രോളേഴ്സിനകത്താണ് നമ്മുടെ മുഴുവൻ ബിസിനസ് ലോജിക്ക് വരുന്നത്. ബിക്കോസ് നമ്മുടെ മുഴുവൻ ആപ്ലിക്കേഷനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോളറാണ്. നമ്മുടെ ഫുൾ ലോജിക്ക് കൺട്രോൾ ചെയ്യുന്നത് കൺട്രോളറിലാണ്. സോ ഇതാണ് നമ്മുടെ ഹോം കൺട്രോളർ. ഈ ഹോം കൺട്രോളറിൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ കാണാം. നിങ്ങളിപ്പം ഈ മുകളിൽ കാണുന്ന കാര്യത്തിനെ ഒന്നും നിങ്ങൾ വെറി ചെയ്യേണ്ട, അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. നിങ്ങൾ ഇതിനെ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാം. ഇവിടെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഐ ആക്ഷൻ റിസൾട്ട് ഇൻഡെക്സ് റിട്ടേൺ വ്യൂ എന്ന് കാണാം, അല്ലെ? സോ ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ഇൻഡെക്സ് പേജിനെ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻഡെക്സ് .cshtml എന്നൊരു പേരിൽ ഒരു പേജ് ഉണ്ട്. അത് ആ പേജിനെ നിങ്ങൾ റിട്ടേൺ ചെയ്യുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ എവിടെ ആയിരിക്കും ആ പേജ്? ഓക്കെ, ആ പേജ് കിടക്കുന്നത് വ്യൂസ് എന്നുള്ള ഫോൾഡറിലായിരിക്കും. സോ വ്യൂസിൽ ഹോം എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നമുക്ക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഫയൽ കാണാം, അല്ലെ? സോ എന്തുകൊണ്ടാണ് ഇവിടെ ഹോം എന്ന് പറയുന്ന പേര് കൊടുത്തിരിക്കുന്നത് ഈ ഫോൾഡറിന്? ബിക്കോസ് നമ്മൾ ഹോം കൺട്രോളറിൽ നിന്നുമാണ് ഇൻഡെക്സ് CSHTML വരുന്നത്. സോ ഹോം കൺട്രോളറിൽ നിന്നും നമ്മൾ ഏത് HTML പേജിനെയാണോ വിളിക്കേണ്ടത്, ആ ഹോം കൺട്രോളറിൽ നിന്ന് നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന HTML പേജ് ഏതാണോ ആ HTML പേജിനെ നമ്മൾ ആ കൺട്രോളറിന്റെ പേരിൽ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ആ പേരിനുള്ളിൽ വേണം ഇടാൻ. എങ്കിൽ മാത്രമേ അത് വിളിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഹോം കൺട്രോളറിൽ നിന്ന് ഇൻഡെക്സ് വിളിക്കുന്നു, ഇൻഡെക്സ് വിളിച്ച് റിട്ടേൺ വ്യൂ കൊടുക്കുന്നു. സോ ഇൻഡെക്സ് വിളിക്കുമ്പോൾ ഹോം കൺട്രോളറിന്റെ പേരിലുള്ള വ്യൂവിലേക്ക് വരുന്നു. അപ്പം ആ ഹോം എന്നുള്ള പേരിലുള്ള ഫോൾഡറിലോട്ട് വരുന്നു. ആ ഫോൾഡർ ഫെച്ച് ചെയ്യുന്നു. ആ ഫോൾഡർ ഫെച്ച് ചെയ്തതിന് ശേഷം ആ ഫോൾഡറിനകത്തുള്ള index.cs.html എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നു. സോ ഈ മുകളിൽ കാണുന്നതിന് നിങ്ങൾ വറി ചെയ്യേണ്ട, അത് ജസ്റ്റ് ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുകയാണ്. അത് വേറെ ഫോർമാറ്റ് ആണ്, ഞാൻ പിന്നീട് പറയാം. പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ടോ, വെൽക്കം. ഇവിടെ ബിൽഡിംഗ് വെബ് ആപ്സ് വിത്ത് ASP.NET. നിങ്ങൾ നമ്മുടെ ഫയൽ റൺ ചെയ്തപ്പോൾ എന്താണോ അവിടെ കണ്ടത്, ആ വെൽക്കം ആണ് ഈ വെൽക്കം. നിങ്ങൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. സോറി, ഞാൻ റണ്ണിങ് മാറ്റിയായിരുന്നു. വെയിറ്റ്, അതൊന്നുകൂടി റണ്ണായി വരുന്നുണ്ട്. ഓക്കെ, ഈ വെൽക്കം കണ്ടോ? ഇൻഡെക്സ് പേജ് ഇതാണല്ലോ നമ്മുടെ ഇൻഡെക്സ് പേജ്. ഈ വെൽക്കം കണ്ടോ? ഈ വെൽക്കം ആണ് ഈ ഇൻഡെക്സ് പേജിനകത്ത് എഴുതിയേക്കുന്ന index.cs.html എന്ന് പറയുന്ന ഈ പേജിനകത്ത് എഴുതിയേക്കുന്ന ഈ വെൽക്കം. ആ വെൽക്കത്തിന് തൊട്ട് താഴെയായിട്ട് എന്താ കാണുന്നത്? ലേൺ അബൌട്ട് ബിൽഡിംഗ് വെബ് ASP.NET. അതാണ് ഈ പാരഗ്രാഫ് ടാഗിനകത്ത് എഴുതിയേക്കുന്ന ഈ പേര്. മനസ്സിലായോ? സോ ഈ ഹോം കൺട്രോളറിനകത്ത് നമ്മൾ ലോജിക്ക് എഴുതും.
അതൊരു ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷനിൽ നിന്നും വ്യൂസിൽ വരും, വ്യൂസിൽ കൺട്രോളറിന്റെ പേരുള്ള ഫോൾഡറിൽ വരും. ആ ഫോൾഡറിനകത്തായിരിക്കും നമ്മൾ ആ ഫംഗ്ഷന്റെ പേരിൽ ഒരു CSHTML ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് പ്രൈവസി. ഇവിടെ നമുക്ക് ഇപ്പൊ ഇവിടെ ഈ പ്രൈവസി CSHTML ഉണ്ട്. സോ ഇവിടെ ഡെഫിനറ്റ് ആയിട്ടും ഹോം കൺട്രോളിലുള്ള പ്രൈവസി എന്ന പേരിൽ ഒരു 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 ഫോൾഡർ എന്താണെങ്കിലും കാണുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ സോ അത് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലായിരിക്കണം. ബിക്കോസ് എന്താണെങ്കിലും, അതായത് ഹോം കൺട്രോളറിൽ ഉള്ള എന്താണെങ്കിലും അത് ആ ഹോം കൺട്രോളിനകത്ത് എന്ത് ഫംഗ്ഷൻ ആണോ ഉള്ളത് ആ ഫംഗ്ഷന്റെ പേരിൽ ഒരു ഇൻഡെക്സ് CSHTML ഹോം കൺട്രോളറിന്റെ പേരിൽ ഉള്ള ഫോൾഡറിനുള്ളിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ പ്രൈവസി എന്ന പേരിൽ നമ്മുടെ കൺട്രോളറിനുള്ളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രൈവസി CSHTML എന്ന പേരിൽ ഇവിടെ ഒരു പേജ് ഉണ്ട്. സോ നമ്മൾ പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് ആകാൻ പോകുന്നത് ഈ പ്രൈവസി പോളിസി എന്ന് പറയുന്ന ഈ ഒരു പേജ് ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതാണ് യൂസ് ദിസ് പേജ് ഫോർ പ്രൈവസി പോളിസി. യൂസ് ദിസ് പേജ് ഫോർ പ്രൈവസി പോളിസി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ദെൻ ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാല് അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കൺട്രോളറിന്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന മോഡൽ എന്നുള്ള പേജാണ്. മോഡൽ. സോ എന്താണ് മോഡൽ എന്ന് വെച്ചാൽ? മോഡൽ എന്ന് വെച്ചാൽ എന്താണ്? മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ മോഡൽ എന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റാബേസിനെ മോഡൽ ചെയ്യുമല്ലോ. ആ ഡേറ്റാബേസിനെ മോഡൽ ചെയ്യുമ്പോൾ ഡേറ്റാബേസിനകത്ത് നമ്മൾ ഓരോ വാല്യൂസും സ്റ്റോർ ചെയ്യുന്നത് ഓരോ പേരിലായിരിക്കുമല്ലോ. ഇപ്പൊ ഫസ്റ്റ് നെയിം ആണെങ്കിൽ നെയിം എന്നുള്ള ഒരു പേരിലായിരിക്കുമല്ലോ, ടേബിളിലായിരിക്കുമല്ലോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. നെയിം എന്നുള്ള ഒരു റോയിലായിരിക്കുമല്ലോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. നെയിം എന്നുള്ള ഐഡന്റിറ്റി ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേരിലായിരിക്കും. സോ ആ ഡേറ്റാബേസിന്റെ മുഴുവൻ സ്ട്രക്ചറും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. സോ ഇവിടെ ഒരു ID എന്ന് പറയുന്ന ഒരു സാധനം, ഒരു സ്ട്രിംഗ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ പല വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ആ വേരിയബിളിന്റെ പേരിൽ നമുക്ക് ഡേറ്റാബേസിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് മോഡൽസ് യൂസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ വ്യൂസ് എന്താണെന്ന് മനസ്സിലായി. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഷെയർഡ് എന്നൊരു ഫോൾഡർ കാണാം. ഷെയർഡ്, അതിൽ ലേഔട്ട് CSHTML എന്നൊരു ഫോൾഡർ കാണാം. എന്താണ് ലേഔട്ട് CSHTML എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫോൾഡറിനെയാണ് ലേഔട്ട് എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ ഫോൾഡർ അല്ല, നമ്മുടെ മെയിൻ പേജിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റർ പേജ് ആണ് ലേഔട്ട്. മാസ്റ്റർ പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേഔട്ടിൽ നിന്നാണ് നമ്മൾ മുമ്പേ കണ്ട ഓരോ ഫംഗ്ഷനുകളും വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ പേജ്. സോ ഈ പേജിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഓരോ ഫംഗ്ഷനുകളും വിളിക്കുന്നത്. സോ ആദ്യം വരാൻ പോകുന്ന പേജ് ഈ പേജാണ്. ആദ്യം ലോഡ് ചെയ്യാൻ പോകുന്ന പേജ് ഈ ഒരു പേജാണ്. ഈ ഒരു പേജാണ് നമുക്ക് ഫസ്റ്റ് ലോഡ് ചെയ്യാൻ പോകുന്ന പേജ്. സോ ഈ ഒരു പേജാണ് ആദ്യം ലോഡ് ചെയ്യുന്നത്, ഈ ഒരു ലേഔട്ട് എന്ന് പറഞ്ഞ പേജ്. ഇത് ലോഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നുമാണ് നമ്മൾ ഓരോരോ കൺട്രോളർ വിളിക്കുന്നതും ഓരോരോ ആക്ഷൻ വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ASP കൺട്രോളർ, ASP ആക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. സോ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഡൗട്ട് ആവും. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, ഈ അണ്ടർസ്കോർ ലേഔട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ മാസ്റ്റർ പേജ് അഥവാ നമ്മുടെ മെയിൻ പേജ്. അതായത് ഈ ലോഡായി വരുന്ന മുഴുവൻ കണ്ടന്റുകളും ലോഡായി വരുന്ന ഈ ഒരു പേജ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഫുൾ കണ്ടന്റുകൾ ലോഡായി വരുന്ന പേജ്, ഈ ഒരു ഫുൾ പേജ് വെൽക്കം ലോഡ് ആകുന്നു, അതിന്റെ താഴെ അടുത്ത് ലോഡ് ആകുന്നു. സോ ഈ ഒരു ഫുൾ ലേഔട്ട് ഉള്ള ഈ ഒരു പേജ് കണ്ടല്ലോ, ഈ ഒരു പേജ് എന്ന് പറയുന്നത് നമ്മുടെ ലേഔട്ട് പേജ് ആണ്. അപ്പൊ ഈ ലേഔട്ട് പേജ് ആണിത്. ഈ ലേഔട്ട് പേജിന്റെ ഹെഡർ സെക്ഷൻ ആണിത്, ബോട്ടം സെക്ഷൻ ആണിത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കും. അപ്പൊ നമ്മൾ മാസ്റ്റർ പേജ് എന്ന് പറയുന്നത് ലേഔട്ട് പേജ് ആണ്. സോ നമുക്ക് ഇപ്പൊ ഡെഫോൾട്ടിലി നമുക്ക് മാസ്റ്റർ പേജ് ആണ് ഓപ്പൺ ആയി വരേണ്ടത്. അപ്പം ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ലോഡായി വരുന്ന പേജ് ആയിരിക്കും മാസ്റ്റർ പേജ്. അപ്പം ഡിഫോൾട്ട് ആയിട്ട് ഈ മാസ്റ്റർ പേജ് ആണ് ലോഡായി വരേണ്ടതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം, അല്ലെങ്കിൽ നമുക്ക് ഡോണറ്റിന് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഡിഫോൾട്ടിലി ലേഔട്ട് പേജ് ലോഡായി വരണം റൺ ചെയ്യുന്ന സമയത്തൊന്ന്? അതിനാണ് ഇവിടെ വ്യൂ സ്റ്റാർട്ട് എന്ന് പറയുന്ന CSHTML. ഈ വ്യൂ സ്റ്റാർട്ട് CSHTML നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഇവിടെ ലേഔട്ട് ഈക്വൽ ടു ലേഔട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കണ്ടോ?
സോ ഇവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ലേഔട്ട് പേജ് ലോഡായി വരുന്നത്. ഇവിടെ ഈ ലേഔട്ടിന്റെ ഇത് മാറ്റിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാലേ ആ അണ്ടർസ്കോർ ഒന്ന് ജസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ അണ്ടർസ്കോർ ലേഔട്ട് എന്നാണല്ലോ നമ്മുടെ പേജ്, അണ്ടർസ്കോർ ലേഔട്ട് എന്നുള്ളതാണ് നമ്മുടെ മാസ്റ്റർ പേജ്. ഈ അണ്ടർസ്കോർ ലേഔട്ട് ഇവിടെ പറഞ്ഞു കൊടുത്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. ഈ അണ്ടർസ്കോർ ലേഔട്ട് മാറ്റി ജസ്റ്റ് ഞാൻ ഇതുപോലെ ലേഔട്ട് എന്നാക്കി. എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫയലിൽ പോയിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ പേജ് നമുക്ക് ലോഡ് ആവില്ല. ബിക്കോസ് ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ റിഫ്രഷ് ആയിട്ട് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ലോഡ് ആവാൻ എടുക്കുന്ന ടൈമാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് എറർ വന്നിട്ടുണ്ട് കണ്ടോ. ബിക്കോസ് എന്തുകൊണ്ടാണ് നമുക്ക് എറർ വന്നത്? ബിക്കോസ് നമ്മൾ അവിടെ പേര് ചേഞ്ച് ചെയ്തു. ബിക്കോസ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന പേജ് ലേഔട്ട് CSHTML എന്ന് പറഞ്ഞ പേജ്, അണ്ടർസ്കോർ ലേഔട്ട് CSHTML. നമ്മൾ ഇവിടെ വന്നിട്ട് ലേഔട്ട് എന്ന് മാത്രമാക്കി. ഈ പേരിൽ ഒരു പേജ് ഇല്ല. സോ അതുകൊണ്ട് അത് ലോഡ് ആവില്ല. സോ നമ്മൾ ഇവിടെ അണ്ടർസ്കോർ കൊടുത്താൽ ഇവിടെ നമ്മൾ ഏത് പേജ് പറഞ്ഞു കൊടുക്കുന്നോ ആ പേജ് ആയിരിക്കും ഫസ്റ്റ് ലോഡ് ആവുന്നത്. ഈ വ്യൂ സ്റ്റാർട്ടിൽ നമ്മൾ ഏത് പേജ് പറഞ്ഞു കൊടുക്കുന്നോ, ഏത് പേജിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നു, വ്യൂ സ്റ്റാർട്ട് CSHTML നമ്മൾ ഏത് പേജിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നോ ആ പേജ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആകുമ്പോൾ വരുന്നത്. ഞാൻ അവിടെ അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും, സേവ് ആവും. ഇനി നമ്മൾ റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പേജ് അതുപോലെ തന്നെ വരും. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് വാലിഡേഷൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു പേജ് കാണാം. ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് എഴുതാനാണ്. ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ്. വാലിഡേഷൻസ് ഒക്കെ ചെയ്യത്തില്ലേ, ഫോം വാലിഡേഷൻ, അങ്ങനെ ഒക്കെ ജാവാസ്ക്രിപ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ CSHTML എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. ബിക്കോസ് എറേഴ്സ് വരികയാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേജാണ് CSHTML പേജ്. അതിനെ പറ്റിയും പിന്നീട് പറയാം. പിന്നെ വ്യൂ ഇമ്പോർട്ട് CSHTML എന്ന് പറയുന്ന ഒരു പേജ് കാണാം നിങ്ങൾക്ക്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യൂ ഇമ്പോർട്ട് CSHTML യൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കിപ്പം ഏതെങ്കിലും ഒരു പേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയലോ ഒക്കെ നമ്മൾ വ്യൂസിൽ ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ വ്യൂ എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് കിടക്കുന്ന CSHTML ഫയൽസിലൊക്കെ നമുക്ക് അപ്പുറത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒക്കെ വേറെ ഫയലുകളോ വേറെ ക്ലാസ് ഫയലുകളോ അങ്ങനെയുള്ള മോഡൽ ഫയലുകളോ ഒക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓരോ വ്യൂസ് ഫയലിലും പറഞ്ഞു കൊടുക്കാതെ തന്നെ നമുക്ക് ഇവിടെ യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് പറഞ്ഞു കൊടുത്താൽ മതി. സോ ഇത്രയും കാര്യം മനസ്സിലാക്കുക. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഓരോ വ്യൂസിന്റെ ഫയൽസിലും നമ്മൾ പോയിട്ട് ഓരോ മോഡലിന്റെ പേരോ അല്ലെങ്കിൽ ഓരോ ക്ലാസിന്റെ പേരോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഓരോ ഫയൽസിന്റെ പേരൊക്കെ പറഞ്ഞു, ക്ലാസ് ഫയലിന്റെ ആണെങ്കിലും മോഡൽ ഫയലിന്റെ ആണെങ്കിലും ഒക്കെ പേരുകൾ ഇമ്പോർട്ടിൽ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമ്മൾ ഈ വ്യൂ ഇമ്പോർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കോമൺ ആയിരിക്കും. പിന്നെ അത് ഏത് വ്യൂസ് CSHTML വ്യൂ ഫോൾഡറിലുള്ള ഏത് CSHTML വ്യൂ ഫയലിന് വേണമെങ്കിലും അതിനെ യൂസ് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ. ഇത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ വരുന്നത് ആപ്പ് സെറ്റിംഗ്സ് .json എന്ന് പറയുന്ന ഫയലിനകത്താണ്. ആപ്പ് സെറ്റിംഗ്സ് .json എന്ന് പറയുന്ന ഫയലിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻ സ്ട്രിങ് ഒക്കെ കൊടുക്കാനെ കൊണ്ട് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ് ആപ്പ് സെറ്റിംഗ്സ് ഫയൽ. കണക്ഷൻ സ്ട്രിങ് ഹോസ്റ്റ് ചെയ്യാനെ കൊണ്ട് വേണ്ടിയിട്ട്, കണക്ഷൻ സ്ട്രിങ് മാത്രമല്ല നമുക്ക് സീക്രട്ട് കീസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ അഷ്യൂർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അഷ്യൂറിൽ നമ്മൾ കണക്ഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചില കീസും കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അത്തരം കീയും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാനെ കൊണ്ട് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെറ്റിംഗ്സ് ജെയ്സൺ ഫയലാണ് ആപ്പ് സെറ്റിംഗ്സ് .json എന്ന് പറയുന്ന ഫയൽ. ഈ ആപ്പ് സെറ്റിംഗ്സ് .development.json എന്ന് പറയുന്ന നിങ്ങൾക്ക് ഒരു ഫയലാണ് ആപ്പ് സെറ്റിംഗ്സ് .development.json. ഈ ഡെവലപ്മെന്റ് എവിടുന്നാ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആപ്പ് സെറ്റിംഗ്സ് .development.json എന്ന് പറയുന്നത് ഈ ഡെവലപ്മെന്റ് വന്ന് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോപ്പർട്ടീസിനുള്ളിൽ ലോഞ്ചിങ് സെറ്റിംഗ്സിൽ നമ്മൾ ഡെവലപ്മെന്റ് കൊടുത്തിട്ടുണ്ടെന്ന് അല്ലെ, ഒരു ഡെവലപ്മെന്റ് കൊടുത്തിട്ടുണ്ടെന്ന്. സോ ഇവിടെ ഈ ഡെവലപ്മെന്റ് വന്നതുകൊണ്ട് ഈ ഫയല് എന്തായിരിക്കും ചെയ്യുന്നത്? ഈ ആപ്പ് സെറ്റിംഗ്സ് .development.json എന്ന് പറയുന്ന ഈ ഫയലിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഒരു ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ഡേറ്റാബേസ് ആയിരിക്കും കണക്ട് ആവുന്നത്. ഇവിടെ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് ചെന്ന് കഴിയുമ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പേരിലുള്ള ഡേറ്റാബേസിലോട്ടായിരിക്കും, അല്ലെ പേരല്ല പ്രൊഡക്ഷൻ DB കണക്ട് ആവുന്നത്. ഇവിടെ ഡെവലപ്മെന്റ് DB കണക്ട് ആവുന്നത്. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കൺഫ്യൂഷൻ ആവണ്ട, കൂടുതൽ കാര്യങ്ങൾ വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾക്ക് പല കാര്യങ്ങളും അതിന്റെ ഫുള്ളി ലോഡിൽ കിട്ടില്ല. പക്ഷെ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഞാൻ എന്താണ് പറയുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന്റെ കൺസെപ്റ്റുകളെന്നും മനസ്സിലാവും. ഇപ്പൊ ഇത്രയും മനസ്സിലായാൽ മതി. ഈ ഡെവലപ്മെന്റ് ഇവിടെ കൊടുത്തേക്കുന്ന ആപ്പ് സെറ്റിംഗ്സ് .development.jsonലെ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ ലോഞ്ച് സെറ്റിംഗ്സ് JSONലെ ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഡെവലപ്മെന്റ് ആണ്, മനസ്സിലാക്കുക. അതായത് ASP.NET എൻവയോൺമെന്റിൽ ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഡെവലപ്മെന്റ് ആണെന്ന് മാത്രം നിങ്ങൾ ഇപ്പൊ നിലവിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
സോ അത് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്കൊരു പ്രൊഡക്ഷൻ ജേസൺ നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് ആപ്പ് സെറ്റിംഗ്സിലോട്ട് പ്രൊഡക്ഷൻ ജേസൺ എന്ന് പറയുന്ന ഒരു ജേസൺ ഫയൽ നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ASP.NET Core എൻവയോൺമെന്റിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു എൻവയോൺമെന്റ് കൂടി സെറ്റ് ചെയ്യാം. സോ പ്രൊഡക്ഷൻ എൻവയോൺമെന്റ് ആ ജേസൺ എൻവയോൺമെന്റിൽ നിന്നും നമുക്ക് വാല്യൂസ് ഫെച്ച് ചെയ്യാൻ പറ്റും. സോ അത്ര ഒന്നും നിങ്ങൾ പോകണ്ട, ഇപ്പൊ ഇത് മാത്രം മനസ്സിലാക്കി വെക്കുക. ഈ ഡെവലപ്മെന്റ് വന്നത് ഈ ഡെവലപ്മെന്റിൽ നിന്നാണെന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ഫയലാണ് program.cs ഫയൽ. ഈ program.cs ഫയൽ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവീസുകളെല്ലാം ആഡ് ചെയ്യുന്നത് ഈ program.csലാണ്. നമുക്ക് ഒരുപാട് സർവീസുകളുണ്ട്. ഇവിടെ കണ്ട ആഡ് കൺട്രോളർ വിത്ത് വ്യൂസ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്തേക്കുന്നത്. ഈ ആഡ് കൺട്രോളർ വിത്ത് വ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രോളറിനകത്ത് തന്നെ വ്യൂസിനെ കൂടി ഫെച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് ഒരു കൺട്രോളർ ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഒരു വ്യൂ കൂടി വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ. ഈ കൺട്രോളറിനകത്ത് ഫോൾഡർ, ഈ ഫോൾഡറിനകത്ത് അതിന്റെ വ്യൂ, ഈ കൺട്രോളർ ഹോം കൺട്രോളർ, ആ കൺട്രോളറുടെ പേരിലെ വ്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് വേറൊരു ഹോം ഫോൾഡർ, അതിനകത്ത് ഒരു ഇൻഡെക്സ് എക്സിക്യൂട്ട് ചെയ്യണം. സോ അങ്ങനെ കൺട്രോളർ വിത്ത് വ്യൂസ് എന്ന് പറയുന്ന സർവീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഒത്തിരി സർവീസിന്റെ ആവശ്യം വരും. സോ ആ സർവീസുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഒരു റിക്വസ്റ്റ് പൈപ്പ് ലൈൻ ആഡ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് പൈപ്പ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന റിക്വസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് വരുമല്ലോ. ഒരു സാധനം പോസ്റ്റ് ചെയ്യാൻ നേരത്ത് റിക്വസ്റ്റ് വരത്തില്ലേ, ഒരു സാധനം എൻക്വയറി ചെയ്യാൻ നേരത്തെ റിക്വസ്റ്റ് വരത്തില്ലേ, എല്ലാത്തിലും ഒരു റിക്വസ്റ്റ് വരും. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റിക്വസ്റ്റ് ആയിട്ടല്ലേ നമ്മളിലേക്ക് വരുന്നത്. സോ യൂസർ റിക്വസ്റ്റ് അല്ലേ നമുക്ക് തരുന്നത്. അപ്പൊ ആ റിക്വസ്റ്റുകളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യണ്ടേ. ആ റിക്വസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, റിക്വസ്റ്റ് പൈപ്പ് ലൈൻ വേണം. സോ അതിനെ പ്രോസസ് ചെയ്യാനെ കൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പോർഷൻ എഴുതിയിരിക്കുന്നത്. നമുക്ക് വരുന്ന റിക്വസ്റ്റിനെ പ്രോസസ് ചെയ്യാനെ കൊണ്ട് വേണ്ടിയിട്ടാണ് ഇത്രയും പോർഷൻസ് എഴുതിയിരിക്കുന്നത്. അവിടെ കണ്ടില്ലേ, നമുക്കിപ്പം വരുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്നത് app.environment is development എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ കോൺഫിഗർ ചെയ്യുന്നു. ഡെവലപ്മെന്റ് എന്ന് പറയുന്ന റിക്വസ്റ്റ് അല്ല നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എറർ എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും വരുന്നത്. എറർ പേജ് ആയിരിക്കും നമുക്ക് വരുന്നത്, ഡിഫോൾട്ടിലി വരുന്നത്. ബിക്കോസ് നമുക്ക് വരേണ്ട, നമ്മൾ എൻവയോൺമെന്റിൽ സെറ്റ് ചെയ്തേക്കുന്ന ഡെവലപ്മെന്റ് ആണ് നമ്മൾ മേളിൽ. സോ ആ ഡെവലപ്മെന്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്ന ഈസ് ഡെവലപ്മെന്റ്. സോ ആ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ എൻവയോൺമെന്റ് എന്നുണ്ടെങ്കിൽ മാത്രമേ വർക്ക് ആവുള്ളൂ ഈ പോർഷൻസ്. ആ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നോട്ട് ആ ഡെവലപ്മെന്റ് അല്ല വരുന്നതെങ്കിൽ നമുക്കൊരു എറർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ ഇവിടെ കുറെ HTTP റീഡയറക്ഷൻസും സ്റ്റാറ്റിക് ഫയൽസും റൂട്ടിങ്ങും ഓതറൈസേഷൻസും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓരോന്ന്, ഇത് ഇപ്പൊ app.use റൂട്ടിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഓരോ റൂട്ടിങ് നമ്മളിപ്പം URL റൂട്ട് ചെയ്യുമല്ലോ, സ്ലാഷ് ഇട്ടിട്ട് /index എന്ന് പറഞ്ഞിട്ട് നമ്മൾ URL ഒരു /ഇട്ട് റൂട്ട് ചെയ്ത് പോകും. അതാണ് റൂട്ടിങ്. യൂസ് സ്റ്റാറ്റിക് ഫയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷന് സ്റ്റാറ്റിക് ഫയൽ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷന് റൂട്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷൻ ഓതറൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് തൊട്ട് താഴെയായിട്ട് app.use ഓതന്റിക്കേഷൻ കൊടുക്കാൻ പറ്റും. app.use ഓതന്റിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് യൂസ് ഓതന്റിക്കേഷൻ കണ്ടോ, ഒത്തിരി യൂസ് ഉണ്ടോ. യൂസ് സർട്ടിഫിക്കറ്റ് ഫോർവേഡിങ്, യൂസ് കുക്കി പോളിസീസ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് ഈ ഓതന്റിക്കേഷൻ യൂസ് ചെയ്യാം, app.use ഓതന്റിക്കേഷൻ. സോ ഇപ്പൊ ഞാൻ കൊടുക്കുന്നില്ല. സോ അപ്പൊ ഓതന്റിക്കേഷൻ യൂസ് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷൻ. അങ്ങനെ ഒത്തിരി സർവീസുകൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ app.map കൺട്രോളർ റൂട്ട്, അതായത് നമ്മുടെ ഡിഫോൾട്ട് നമ്മൾ റൂട്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും, നമ്മുടെ ഹോം കൺട്രോളറിലായിരിക്കും നമ്മൾ ഡിഫോൾട്ട് റൂട്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആക്ഷൻ ഇൻഡെക്സ് ആക്ഷൻ ആയിരിക്കും വിളിക്കുന്നത്. ID ഇപ്പൊ നമ്മളൊന്നും പാസ് ചെയ്യുന്നില്ല. സോ നമ്മുടെ ഡിഫോൾട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഡിഫോൾട്ടിലി വരുന്നത് ഹോം കൺട്രോളറിലെ ഇൻഡെക്സ് ആക്ഷൻ ആയിരിക്കും, പേജ് ലേഔട്ട് പേജും ആയിരിക്കും. അത് മനസ്സിലായി. അതിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇവിടെ കൺട്രോളറും അതിന്റെ ആക്ഷനും മാത്രമേ റെഫർ ചെയ്യുന്നുള്ളൂ. ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫംഗ്ഷൻ ആണ്, ആ ഒരു കൺട്രോളറിനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന്റെ പേര് തന്നെ ആയിരിക്കും നമ്മൾ അപ്പുറത്ത് ഒരു CS/HTML ഫയലും ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ മുമ്പേ പറഞ്ഞു, ഒത്തിരി തവണ ഞാനത് പറഞ്ഞു തന്നു. ഓക്കെ, അത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ app.run. സോ ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ബാക്കി കാര്യങ്ങൾ പതിയെ 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 വരുന്നതായിരിക്കും. പുറകെ അയക്കുന്നു. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെന്തി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ എനിവേ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇതിനകത്തുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ്, നിങ്ങൾ ഹെസിറ്റേറ്റ്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എനിക്ക് താഴെ കമന്റ് ചെയ്യാൻ, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് റിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഷുവർ ആയിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഗൈസ് പ്ലീസ് സപ്പോർട്ട് മീ, പ്ലീസ് സപ്പോർട്ട് മീ. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ആയിട്ടും ലൈക്ക് ആയിട്ടും മാത്രം കിട്ടിയാൽ മതി എനിക്ക്. ഓക്കെ, അതായിട്ട് കിട്ടുക, സബ്സ്ക്രൈബ്സ് ആയിട്ടും ലൈക്സ് ആയിട്ടും എനിക്ക് നിങ്ങൾ തരാൻ വേണ്ടി ശ്രമിക്കുക. അതെനിക്കൊരു ഫ്യൂലായിട്ട് മാറും. സോ ഗൈസ് പ്ലീസ് സപ്പോർട്ട് മീ. സോ അടുത്ത വീഡിയോയിൽ വരെ കാണുന്നത് വരേക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ടിൽ കാണുന്നത് വരേക്കും,
ഗൈസ്. ഓക്കെ, സോറി ഗൈസ്, ബൈ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.